ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഓഗസ്റ്റ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 9 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 10 ഓഫ് കപ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് 2 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം, നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഔട്ട്കം ആണ് നൈറ്റ് ഓഫ് സോഡ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം അല്ല, ഓവറോൾ എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് ഞാൻ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണ് ഈ കാർഡെന്ന്. പക്ഷേ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. ഓക്കെ, അപ്പോൾ സാജിറ്റേറിയസ് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ട്രാവൽഡ് എനർജിയാണ്. ഇതൊരു ക്വിക്ക് മൂവ്മെൻ്റ് എനർജിയാണ്. അപ്പോൾ ട്രാവൽ ഉണ്ടാവും, ഇല്ലച്ചോ എന്തോ ഒരു ഓഫർ വരുന്നുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാവും. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഒരു അൺഎക്സ്പെക്റ്റഡ് ഓഫർ ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് സോഡ്സ് ആവാം. അപ്പോൾ ഇത് ഒരു ഇമ്പൾസീവ് എനർജി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഈ ഓഗസ്റ്റ് മാസത്തിൽ കുറേ ഇമ്പൾസീവ് ഡിസിഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഓറേൽസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യാൻ, ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും പറയാൻ. അപ്പോൾ അത് സൂക്ഷിക്കണം. പക്ഷെ ഇത് അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നാൽ അതിനെ ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യാന്നാണ് ഇത് പറയണത്. ഓപ്പർച്യൂണിറ്റീസ്, വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, ഇല്ലാച്ച റിലേഷൻഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. മേ ബി ഇവിടെ പറയണ എനർജി എന്താ വെച്ചാൽ കൂടുതൽ സമയം എടുത്തിട്ട് മെല്ലെ റിയാക്ട് ചെയ്താൽ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മിസ് ഔട്ട് ആവും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് വേഗം എത്ര പറ്റുകയെന്ന് വെച്ചാൽ വേഗം റിയാക്ട് ചെയ്യുക. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മറ്റേ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ആലോചിച്ച് വേണം റിയാക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ആലോചിക്കാണ്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു സഡൻ ഇൻഫർമേഷൻ അയക്കാം, ഇല്ലെങ്കിൽ സഡൻ മെസ്സേജ് ആയിരിക്കാം വരുന്നത്. എന്താണ് ഈ നൈറ്റ് ഓഫ് സോഡ്സ് എനർജി? ഇത് വർക്ക് റിലേറ്റഡ് ആണ് മിക്കവാറും. ഇത് ഒരു വർക്ക് റിലേറ്റഡ് ഓഫർ ആയിരിക്കാം, ഓറൽസ് ഒരു വർക്ക് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അഗൈൻ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ അഗൈൻ മേ ബി വർക്ക് റിലേറ്റഡ് ട്രാവൽ ആയിരിക്കാം. സഡൻലി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും എനർജി ആവാം. പക്ഷേ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഈ ഇംബാലൻസ് എന്തുകൊണ്ടാണ് ഇവിടെ? 7 ഓഫ് വാൻഡ്സ്. ചില ചാലഞ്ചിങ് സമയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ചില ചാലഞ്ചസ്, ചില ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഇത് ലവ് ലൈഫിലായിരിക്കാം, കരിയറിലാവാം. അപ്പോൾ അഗൈൻ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ കുറേ സമയം നിങ്ങളുടെ കരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ മേ ബി ലവ് ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, പേഴ്സണൽ ലൈഫ് ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര സമയം കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഒരു ബാലൻസ് ഇല്ല. അതും ആയിരിക്കാം ഈ ബ്ലോക്ക്. എന്നുവെച്ചാൽ ഒരു ഇംബാലൻസ്ഡ് ലൈഫായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ. ആൻഡ് അതുകൊണ്ട് കുറേ ആൾക്കാർ നിങ്ങളെ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യുക, ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല എല്ലാവരുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ആവാം. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഏസ് ഓഫ് കപ്സ് കാണാണ്ട്. പക്ഷെ എനിക്ക് ആ പാസ്റ്റ് എനർജി ഒന്നുകൂടിയും ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ട്. ഈ 7 ഓഫ് വാൻഡ്സ് എന്താണ്? ഫൂൾ. അപ്പോൾ അഗൈൻ ആ ഫ്രീഡം ഉണ്ടായിരുന്നില്ല മുമ്പേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്നില്ല, ഒരു ക്ലിയർ ആയിട്ട് ഒരു
ഒരു ക്ലിയർ ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ലൈഫ് ആയിരുന്നില്ല നിങ്ങളുടെ. ഓക്കെ, പാസ്റ്റിൽ കുറെ കാര്യങ്ങൾ ഒരു അൺസ്കെഡ്യൂൾഡ് മാതിരി ആയിരുന്നു. സഡൻ ട്രാവൽ, സഡൻ ചേഞ്ച് ഉണ്ടാവും പ്ലാനിൽ, അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് ചില കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചില കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഇപ്പൊ കറണ്ട് എനർജിയിൽ ഏസ് ഓഫ് കപ്സ് ഞാൻ കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ് ആണ് ലവില്. അപ്പോൾ ഒരു ഓഫർ വരുന്നുണ്ട് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ. ഈ ഏസ് ഓഫ് കപ്സ് എന്താണ്? ജഡ്ജ്മെന്റ്. ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം വരുന്നുണ്ടാവുക, പക്ഷെ മോസ്റ്റ് ഓഫ് യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആണ്, ഒരു പുതിയ ബിഗിനിങ്, എന്തോ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ സ്റ്റാർട്ട്. ഓക്കെ, പാസ്റ്റ് പേഴ്സണും ആവാം 6 ഓഫ് കപ്സ്. അപ്പോൾ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയും കൂടിയുമാണ്. അപ്പോൾ ചിലവർക്ക് ഇത് പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടാവും, ചിലവർക്ക് ഇത് പുതിയ ലവ് ആയിരിക്കാം. അപ്പോൾ ആരോ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരാൻ പോകുന്നുണ്ട്, ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. 9 ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ. 9 ഓഫ് വാൻസ് ഒരു പേടിയുടെ എനർജിയാണ്, ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പേടി ഉണ്ട്, അത് ഈ പേഴ്സൺ ആദ്യം എന്നെ ഹേർട്ട് ചെയ്യുമെന്ന്. എന്നുവെച്ചാൽ മുമ്പും ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ ഒരു എനർജി അറ്റാച്ച്ഡ് ആയിരുന്നു, എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ ആക്ഷൻ എടുക്കാൻ കുറച്ചൊരു ഹെസിറ്റൻസി ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. കിങ് ഓഫ് വാൻസ് നിങ്ങളുടെ എനർജിയാണ്. ഈ പേഴ്സൺ ഒരു അപ്പോളജി കൊണ്ടുവരുന്നുണ്ട്, ഇല്ല ചെറു പുതിയ ബിഗിനിങ്, ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? 10 ഓഫ് കപ്സ്. 10 ഓഫ് കപ്സ് ആണ് ചാലഞ്ച്. ഇതൊരു ഹാപ്പി റിലേഷൻഷിപ്പ് ആണ്, പക്ഷെ ഇത് ചാലഞ്ച് പൊസിഷനിലാണ്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഒരു പേടിയുണ്ട്, ഇത് ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലയെന്ന്. ഇതിന്റെ മുമ്പ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു, ആൻഡ് ആ ഡിസപ്പോയിൻമെന്റ് കാരണമാണ് നിങ്ങൾക്കൊരു പേടി, ഇതൊരു വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേന്ന്. ആൻഡ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയി ഫീൽ ചെയ്യില്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അഡ്വൈസ് നിങ്ങൾക്ക് 2 ഓഫ് സോഡ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് തരേണ്ടത് എന്താ വെച്ചാൽ ഒരു ക്ലിയർ ആയി ഡിസിഷൻ ഉണ്ടാക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ഡിസിഷൻ്റെ ഇടയ്ക്കാണ് നിങ്ങളിങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയി ഇരിക്കണത്. കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇവിടെ, ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു ഇന്നർ ബാറ്റിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. യൂണിവേഴ്സ് നിങ്ങളോട് ഗ്രൗണ്ട് ചെയ്യാന്നാണ് പറയണത്. നിങ്ങളുടെ എനർജി ഒരു ഫേമായി ഡിസിഷൻ എടുക്കാമെന്നാണ് പറയണത്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ല ഫാമിലി മെമ്പേഴ്സിനോട് ചോദിച്ച് അവരുടെ ഒപ്പീനിയൻ എടുക്കാം. 6 ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ 6 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്, പക്ഷെ ഇതൊരു ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരണ എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ 6 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്താണ്? എംപ്രസ്, ഒരു വുമന്റെ എനർജി, ഫെമിനിൻ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ കുറെ അബണ്ടൻസ് ഉണ്ട്, കുറെ ഒരു പോസിറ്റീവ് വേയിൽ നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നുണ്ട്, കുറെ ഫെർട്ടിലിറ്റി ഉണ്ട്. കുറെ ആൾക്കാർ നിങ്ങളെ ഓഫർ തരാൻ വരും. ഇത് വർക്ക് ഓഫർ ആയിരിക്കാം, ലവ് ഓഫർ ആയിരിക്കാം. അപ്പോൾ ലൈഫ് നിങ്ങളുടെ കുറെ ബ്യൂട്ടിഫുൾ ആയി മുമ്പോട്ട് പോകുന്നുണ്ട്, പക്ഷെ എവിടെയോ നിങ്ങൾക്കൊരു പേടിയുണ്ട്. അതാണ് നിങ്ങളെ പിമ്പാത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു ഹെസിറ്റന്റ് ആയിരിക്കണത്. ഇവിടെ ഞാൻ ഫോർവേഡ് മൂവ്മെന്റ് കാണുന്നുണ്ട്, പക്ഷെ ഇതൊരു സ്ലോ മൂവിങ് എനർജിയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് എവിടെയോ മനസ്സിലൊരു പേടിയുണ്ട്. ഓക്കെ, ഇത് മൂൺ എനർജി മനസ്സിന്റെ എനർജിയാണ്, മൈൻഡിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സ് ഒരു വൾണറബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യണത്, ഇമോഷണൽ വൾണറബിലിറ്റി. നിങ്ങൾ ഷുവർ അല്ല, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം. ഔട്ട്കം ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓഗസ്റ്റ് മാസത്തിൻ്റെ നിങ്ങളുടെ ഔട്ട്കം ആണ് ലവേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ലവ് ലൈഫിൽ. ഈ ചോയ്സ് ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ റിഗാർഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ചോയ്സ് കുറെ സൂക്ഷിച്ചുണ്ടാക്കേണ്ടി വരും. ഹെർമിറ്റ് എനർജി വെർഗോ എനർജിയാണ്, ലവേഴ്സ് ജെമിനി എനർജിയാണ്. ഇവിടെ ഞാൻ സക്സസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മാതിരി ഔട്ട്കം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് എടുക്കുക. എന്ന് വെച്ചാൽ ഇവിടെയും അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കണ്ടേ. നൈറ്റ് ഓഫ് സോഡ്സ്, എന്തോ ഒരു സഡൻ കാര്യം ഉണ്ടാവണത്, സഡൻ ഓപ്പർച്യൂണിറ്റി, സഡൻ മെസ്സേജ് വരണത്, നിങ്ങളത് എക്സ്പെക്ട് ചെയ്യൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് വേണം ഡിസിഷൻ എടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങളും അങ്ങനെ എടുത്ത ചാട്ടത്തിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്താൽ ചിലപ്പോൾ അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ സൂക്ഷിച്ച് കെയർഫുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കുക.
ഇവിടെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കണം വെച്ചാൽ അതൊക്കെ പോസിറ്റീവ് വേയിലേ മുമ്പോട്ട് പോലൂ. പക്ഷെ ആ ഡിസിഷൻ എടുക്കണത് സൂക്ഷിച്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ വേറെ വേറെ ഡിസിഷൻസ് ആണ് എടുക്കുക ആൻഡ് എല്ലാവർക്കും ഇത് ബാധിക്കില്ല. പക്ഷെ ഓവറോൾ ഇതാണ് മെസ്സേജ്. എന്താ നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കുക. ഇവിടെ എക്വേരിയസ് ഉണ്ട്, ജെമിനൈ, വെർഗോ എനർജി ഉണ്ട്, ഏരീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, പൈസീസ് ഉണ്ട്, ഫയർ സൈൻ ഏരീസ്, ലീവ്, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. അപ്പോൾ എല്ലാം സൈൻസ് മൊത്തം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. സൈൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മെസ്സേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ഓഗസ്റ്റ് മാസത്തിൽ ഞാനൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും കൂടിയും തരുന്നുണ്ട് പേഴ്സണൽ പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ഓഗസ്റ്റ് മാസത്തിന് ആ മാസത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം ബുക്ക് ചെയ്യാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.